നിങ്ങൾ ഭാര്യയും കൂടി യൂറോപ്പിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നല്ലൊരു ഉപ്പും ചാക്കും തലയിൽ വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടാൽ അതായിരുന്നു അവസ്ഥ. ആ പറഞ്ഞ തമാശ അസ്ഥാനത്തായി പോലെ പുള്ളിക്കാർക്ക് ഫീലിംഗ് ആയെന്ന് തോന്നണേ. നീ അതിലിട്ട് ഇളക്കാൻ നിൽക്കണ്ട. അവളുടെ ഫീലിങ്സ് എല്ലാം അയത്തിട്ട് നോക്കിക്കോളാം. ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ബിഹേവിയർ ആണ് നിങ്ങളിപ്പോ ഈ ഫിലിം ക്ലിപ്പിൽ കണ്ടത്. അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് വില കുറച്ച് സംസാരിക്കുക, കളിയാക്കുക, അല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. ഇതിനെയാണ് നമ്മൾ മാരിറ്റൽ ഡീവാലുവേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യലി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ഒന്നും അല്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംറ്റം ആണ് ഈ മാരിറ്റൽ ഡീവാലുവേഷൻ. അതായത് താനാണ് വലിയവൻ, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന്റെ മുഴുവൻ കൺട്രോളും എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അവരെക്കാളും ഞാൻ ഒരുപടി മുന്നിലാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പലപ്പോഴും പാർട്ട്നേഴ്സ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ് ഈ മാരിറ്റൽ ഡീവാലുവേഷൻ സിൻഡ്രോം. എന്നാൽ ഇത് ചെയ്യുന്ന പാർട്ട്ണറിന് അറിയില്ല ഇത് എത്രത്തോളം ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. പലപ്പോഴും ആൾക്കാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ പുറത്തൊക്കെ ആയിരിക്കും മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ തന്റെ പാർട്ട്ണറിന് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവരെ നമ്മൾ പൊതുവെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ നിരന്തരം ഇത്തരം ഒരു മാരിറ്റൽ ഡീവാലുവേഷൻ ബിഹേവിയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഓപ്പോസിറ്റ് പാർട്ട്ണറിന് സ്വയം തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മയും ആത്മവിശ്വാസക്കുറവും അമിതമായിട്ടുള്ള സമ്മർദ്ദവും ആ റിലേഷൻഷിപ്പിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പിന്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. സോ ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. എപ്പോഴും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യം എന്താ? പരസ്പരം സ്നേഹവും ബഹുമാനവുമാണ്. അതല്ല, നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല പറയേണ്ടത്. അത് നിങ്ങളുടെ പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.